അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുല്ലാ മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിഹിൽ അസീസ് വിശുദ്ധ ഖുർആൻ നൽകുന്ന വിശദീകരണ പാഠങ്ങൾ ആണ് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ സൂറ ബഖറയിലെ 53-ാമത്തെ വചനം ഇപ്രകാരം വായിക്കാം: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ثم عفونا عنكم من بعد ذلك لعلكم تشكرون. പിന്നീട് നാം അവർക്ക് മാപ്പ് ചെയ്തു. ثم عفونا നാം മാപ്പ് ചെയ്തു, അൻകും നിങ്ങൾക്ക്, മിൻ ബഅദി ദാലിക അതിന് ശേഷം, ലഅല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരായി തീരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി. അപ്പോൾ അല്ലാഹു തആല ഒരു പ്രവാചകനെ നിയോഗിച്ചു, മറ്റൊരു പ്രവാചകനെ കാവൽ നിർത്തി. എന്നിട്ട് ഒരു സ്ഥലത്ത് 10-40 ദിവസം ദൈവസ്മരണയിൽ കഴിഞ്ഞുകൂടുന്നതിനായി പോയി. അവിടെ നിന്നും കിട്ടുന്ന വെളിപാടുകൾ കൊണ്ടുവന്ന് അവർക്ക് നേർവഴി കാട്ടിക്കൊടുക്കുന്നതിനുള്ള ശ്രമം നടത്തുമ്പോൾ അവർ അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നുള്ള നിലയിൽ തന്നെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ധിക്കാരികളും നിഷേധികളുമായി. എന്നിട്ടും അല്ലാഹു തആല നിങ്ങളുടെ നേരെ അവർക്ക് നാം മാപ്പ് ചെയ്യുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്തു. അവർ നന്ദിയുള്ളവരായിരിക്കും, ആയി തീരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലും. ഇവിടെ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, മൂസ അലൈഹിസ്സലാം പ്രൈഡ് ഫോർ ഹിസ് പീപ്പിൾ. മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആൻഡ് അല്ലാഹ് ഫർഗേവ് ദം, അല്ലാഹു തആല അവർക്ക് മാപ്പ് കൊടുത്തു. ദിസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ദ ഖുർആൻ. ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് വെർഷൻ ഈസ് റഫർ. പഴയ നിയമ പുസ്തകത്തിലെ പരാമർശം കൂടുതൽ കർക്കശമായിട്ടാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത്, ദ ലോർഡ് റിപ്പൻറ്റഡ് ഓഫ് ദ ഈവിൾ. ആ കുറ്റവാളികൾക്ക്, ആ തെറ്റ് പ്രവർത്തിച്ചവർക്ക് അല്ലാഹു രക്ഷിതാവ് മാപ്പ് ചെയ്തു. വിച്ച് ഹീ തോട്ട് ടു ഡു അൺടു ഹിസ് പീപ്പിൾ. അതിൽ അല്ലാഹു തആലയുടെ ആളുകളാണ് എന്നുള്ള അല്ലാഹുവിൻ്റെ ചിന്തയിലാണ് അപ്രകാരം ചെയ്തത് എന്ന് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ, പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ദ മുസ്ലിം പൊസിഷൻ ഇവിടെ വിശുദ്ധ ഖുർആനിൽ എന്താണ് പറയുന്നത്? മൂസ അലൈഹിസ്സലാം തൻ്റെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹു തആല അവർക്ക് മാപ്പ് കൊടുത്തു എന്നാണ്. മറ്റത് ധിക്കാരികളായ അവർക്ക് അവരോട് ദൈവം മാപ്പ് ചെയ്തു. അതിൻ്റെ കാരണം അവൻ വിചാരിച്ചു അവൻ്റെ ജനങ്ങളാണ് അവർ എന്ന്.
എന്നിട്ട് അതിനുള്ള ഒരു വിശദീകരണത്തിൽ ദ മുസ്ലിം പൊസിഷൻ ഹാസ് ആൾവേസ് ബീൻ ദാറ്റ് ദ ജൂയിഷ് ആൻഡ് ക്രിസ്ത്യൻ സ്ക്രിപ്റ്റേഴ്സ് ആസ് ദേ സ്റ്റാൻഡ് കനോട്ട് ബി ട്രേസ്ഡ് ഡയറക്റ്റ്ലി ടു മൂസ അലൈഹി സ്വലാം ഓർ ജീസസ് ബട്ട് ആർ ലേറ്റർ കോമ്പിലേഷൻസ്. അത് മൂസ അലൈഹി സ്വലാം പറഞ്ഞതോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ക്രിപ്ചറിലോ കാണുന്നത് പിന്നീട് അതിൽ കൂട്ടിച്ചേർക്കൽ നടത്തിയതിൻ്റെ ഫലമായിട്ടുള്ള കാര്യമാണ്. അതിൽ മുസ്ലിം വിഭാഗത്തിൽ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നതാണ് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യം. മറ്റതൊക്കെ അവരുടെ നേരിട്ടുള്ള വാക്കുകൾ അല്ല, അവരുടെ വഫാത്തിന് ശേഷം രൂപീകൃതമായിട്ടുള്ള രചനകളിൽ നിന്നും കടന്നുകൂടിയിട്ടുള്ള സംഭവങ്ങളാണ്. മോഡേൺ സ്കോളർഷിപ്പ് ആൻഡ് ഹയർ ക്രിറ്റിസിസം ഹാവ് ലെഫ്റ്റ് നോ ഡൗട്ട് ഓൺ ദ സബ്ജക്റ്റ്. ഈ വിഷയം സംബന്ധമായിട്ട് ലോകത്ത് അനേകം നിരൂപണങ്ങളും പഠനങ്ങളും നടത്തപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയുന്നതിനായിട്ട്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നതാണ് അതിൻ്റെ ശരിയായതെന്ന് വിശദമായി പഠനം നടത്തുമ്പോൾ, ചിന്തിക്കുമ്പോൾ, കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ബട്ട് ദ സ്റ്റോറീസ് ഇൻ ദീസ് ട്രഡീഷണൽ ബുക്സ്, ഈ മുൻകാലങ്ങളിലുള്ള ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഈ കഥകൾ മേ ബി യൂസ്ഡ് ഇൻ ആൻ അപ്പീൽ ടു ദോസ് ഹൂ യൂസ് ദം. അത് ആ ഗ്രന്ഥങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ ഒരു വെർഷൻ എന്ന നിലയിൽ മാത്രമേ അതിനെ നമുക്ക് കാണുവാൻ കഴിയൂ. ഓൺലി ദേ ഷുഡ് ബി സ്പിരിച്വലൈസ്ഡ്. അവർ അതുകൊണ്ട് ആത്മീയമായ സ്വഭാവമുള്ളവരായി തീരണം, ആത്മീയതയിൽ വർത്തിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കാം. ആസ് ദേ ആർ ഹിയർ, അത് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്. വി ലേൺ ഫ്രം എക്സോഡസ് 32 വേഴ്സസ് 9-10. പുറപ്പാട് എന്ന പഴയ നിയമത്തിലെ 9 മുതൽ 10 വരെയുള്ള 32-ാം അധ്യായത്തിൽ ഇത് ദാറ്റ് ദ വർഷിപ്പ് ഓഫ് ദ കാൾഫ് കാൾഡ് ഫോർ ദ റാത്ത് ഓഫ് ഗോഡ്. പശുക്കുട്ടിയെ ആരാധന നടത്തുന്നത് മൂലം ദൈവത്തിൻ്റെ ക്രോധം അവരിൽ വരും എന്ന് അതിൽ പറയുന്നുണ്ട്. വേറെപ്പോൾ മൂസ അലൈഹിസ്സലാം പ്രേഡ് ടു ഗോഡ് ഫോർ ദ ഇസ്രായേൽസ്. അവിടെയാണ് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഇസ്രായേലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആൻഡ് ദെൻ ദ വേർഡ്സ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, അപ്പോൾ പഴയ നിയമത്തിലുള്ള വാക്കുകൾ, ദ ലോർഡ് റിപ്പൻറ്റഡ് ഓഫ് ദ ഈവിൾ, ഈ ധിക്കാരികളായ ആളുകൾക്ക് പശ്ചാത്തപിച്ചു പാപം മോചനം നൽകി, വിച്ച് ഹി തോട്ട് ടു ഡു അൺ ടു ഹിസ് പീപ്പിൾ, അദ്ദേഹത്തിൻ്റെ ജനതയാണ് എന്നുള്ള നിലയിൽ, അതായത് അള്ളാഹുവിൻ്റെ ജനങ്ങളാണ് എന്ന നിലയിൽ അവർക്ക് പുറത്തു കൊടുത്തു എന്നതിന് ഉപരിയായിട്ട് അള്ളാഹു തആല അയച്ച ദൂതൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും അവർക്ക് വീണ്ടും അവസരം കൊടുക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതാണ് എൻ്റെ ശരി. ഈ നിലയിൽ നോക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോഴും ഒരു പക്ഷേ രക്ഷപ്പെടാനുള്ള വഴി കാണുന്നു. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ദൂതൻ ഉണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൂതനുണ്ട്. നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അതെല്ലാം മാപ്പാക്കുവാനുള്ള, ക്ഷമിക്കുവാനുള്ള ഒരു വലിയ ഹൃദയവുമായിട്ടാണ് അല്ലാഹു തആല അദ്ദേഹത്തിനെ നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ വിശദീകരണത്തിൽ പറയുന്നു, ഏതൊരു പ്രവാചകൻ വരുമോ അവരുടെ ചുറ്റും കപടവിശ്വാസികളുടെ ഒരു വലിയ ശൃംഖല തന്നെ ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. നമുക്ക് ഇപ്പോഴും ആയുസ്സും ആരോഗ്യവും സൗഭാഗ്യവും നൽകിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ നമ്മൾ ചെയ്ത ഗുണങ്ങളും നന്മകളും വെച്ചുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഇടയിൽ ഒരു ദൂതനും ഉണ്ട്. ആ ദൂതൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നതിനും ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിനും അള്ളാഹുവിലേക്ക് കൂടുതലായി തിരിയുന്നതിനും അങ്ങനെ മോക്ഷമാർഗത്തിൽ നമ്മൾ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അള്ളാഹു മാപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത് എന്ന് ഇതിൽ നിന്നും നാം മനസ്സിലാക്കണം. സുമ്മ അഫൗന അൻകും, നിങ്ങൾക്ക് നാം മാപ്പ് നൽകി, മിൻ ബഅദി ദാലിക, അതിന് ശേഷം, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. തുടർന്ന് പറയുന്നു, ദ വേർഡ്സ് സോ ദാറ്റ് യു മൈറ്റ് ഗിവ് താങ്ക്സ്,
നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്, അങ്ങനെ ആയിത്തീരും എന്നുള്ള, ഇതുവരെ നിങ്ങൾ തെറ്റാണ്, കുഴപ്പത്തിലാണ്, എങ്കിലും ഞാൻ നിങ്ങൾക്ക് ആയുസ്സ് നീട്ടിത്തരികയാണ്, നിങ്ങളുടെ ഇതുവരെയുള്ള തെറ്റുകൾ ഞാൻ മായ്ച്ചു കളയുകയാണ്, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. പോയിന്റ് ടു എ വെരി ഡീപ്പ് ട്രൂത്ത്. ഇത് ഒരു വലിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഏത്? യു മൈറ്റ് ഗീവ് താങ്ക്സ്. നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും എന്ന് പറയുന്ന ഈ പോയിന്റ് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു അഗാധമായ ആഴത്തിലുള്ള ഒരു സത്യത്തിലേക്കാണ്. കാരണം ഫർഗീവ്നെസ് ബൈ എ സുപ്പീരിയർ അതോറിറ്റി, ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അധികാരി തെറ്റ് ചെയ്ത ഒരാൾക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡ്യൂസസ് ഫീലിങ്സ് ഓഫ് ഗ്രേറ്റ്ഫുൾനെസ് ഇൻ ദ പേഴ്സൺ. ആ വ്യക്തിയിൽ നന്ദിയുടെ ഒരു വിചാരധാര ഉണ്ടായി വരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പം വളരെ വലിയ തെറ്റ് ചെയ്തവനായിട്ട് ഞാൻ എൻ്റെ ഇമാമിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് സാരമില്ല, അല്ലാഹു തആല പൊറുക്കുന്നവനാണ്, മാപ്പ് ചെയ്യുന്നവനാണ്. ധൈര്യമായിട്ട് നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അത് ഓർത്ത് വിഷമിച്ച് ജീവിതം പാഴാക്കരുത് എന്ന നിലയിൽ അത് അറിഞ്ഞതിന് ശേഷവും ആ മാപ്പിൻ്റെ വചനങ്ങൾ ആ വ്യക്തിയിൽ നിന്നും പുറപ്പെടുമ്പോൾ അതൊരു ഹയർ അതോറിറ്റിയിൽ നിന്നാണ് വരുന്നത്. സാരമല്ല, മനുഷ്യ സഹജമാണ്, തെറ്റ് സംഭവിച്ചതാണ്, അല്ലാഹു തആല പുറത്തു തരുന്നവനാണ് എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. ഇനി നീ രക്ഷയല്ല, നിൻ്റെ ജീവിതം തകർന്ന് നീ പോയി ചാവുന്നതാണ് നല്ലത്. ഇതൊക്കെയാണല്ലോ നമ്മുടെ നാണശൈലിയിൽ പറയുന്നത്. അപ്പോൾ അതിനെല്ലാം അപ്പുറത്ത് തെറ്റ് ചെയ്ത വ്യക്തിക്ക് മാപ്പ് ചെയ്യുമ്പോൾ, അതും ഒരു സുപ്പീരിയർ അതോറിറ്റി എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഫർഗീവ്നെസ് ബൈ എ സുപ്പീരിയർ അതോറിറ്റി. ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി മാപ്പ് നൽകൽ പ്രൊഡ്യൂസസ്, അത് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഫീലിങ്സ് ഓഫ് ഗ്രേറ്റ്ഫുൾനെസ്, നന്ദിയുടെ വിചാരധാര. ഇൻ ദ പേഴ്സൺ ഫർഗിവൺ, മാപ്പ് ചെയ്യപ്പെട്ട വ്യക്തിയിൽ ഒരു വലിയ മാറ്റത്തിനത് കാരണമാവും. ആൻഡ് ഗ്രേറ്റ്ഫുൾനെസ് ഇൻ ടേൺ, ആ നന്ദി പ്രകടനത്തിലൂടെ അവൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇമ്പൽസ് എ മാൻ ടു ഫർദർ ആക്ട്സ് ഓഫ് ഒബീഡിയൻസ് ആൻഡ് ഗുഡ്നസ്, തുടർന്ന് അവൻ അനുസരണയുള്ളവനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനുമായി മാറാനുള്ള ഏറ്റവും വലിയ ചാൻസ്. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ പറ്റുമോ, ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നുവോ, മാപ്പ് ചെയ്യുവാൻ പറ്റുന്നുവോ, അത് നല്ല ഫലങ്ങൾ അവരിൽ നിന്ന് നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ തെറ്റ് ചെയ്യാത്തവരല്ല, പക്ഷെ തെറ്റ് ചെയ്തവരാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ ആ തെറ്റ് സാരമില്ല എന്ന് പറഞ്ഞ് നല്ല ഒരു ജീവിതം നയിക്കാൻ ധൈര്യമായിട്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് അവനോട് പാപമോചനത്തിന് അർത്ഥിക്കൂ എന്നുള്ള ആ ഉപദേശം വളരെ ഇത് ചെയ്യും. അതാണ് സുമ്മ അഫൗനാൻകും, നിങ്ങൾക്ക് നാം മാപ്പ് ചെയ്തു മിൻബഅദി ദാലിക, ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ഇനിയുള്ള കാലമെങ്കിലും നന്ദിയുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നവരായി മാറുന്നതിന്. തസ് എ സോർട്ട് ഓഫ് കണ്ടിന്യൂറ്റി ഇൻ റൈറ്റ്യസ്നെസ് ഇസ് ബ്രോട്ട് അബൌട്ട്. ഇങ്ങനെയുള്ള പ്രവൃത്തി പ്രസ്തുത വ്യക്തിയിൽ നന്മ കൊണ്ടുവരുന്നതിന്, ധാർമ്മികത കൊണ്ടുവരുന്നതിന് പര്യാപ്തമായി മാറുന്നതാണ്. അപ്പോൾ നമ്മളോട് തെറ്റ് ചെയ്ത, സമൂഹത്തോട് തെറ്റ് ചെയ്ത, കുറ്റവും കുറവുമായി നിൽക്കുന്ന വ്യക്തികളെ നാം ചേർത്ത് പിടിച്ച് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കുകയും അവർക്ക് മാപ്പ് ചെയ്യുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ വളരെ വലിയ മാറ്റം സമൂഹത്തിലുണ്ടാവും. ഇവിടെ അങ്ങനെ തെറ്റ് ചെയ്തവരെയും തെറ്റ് ചെയ്യാൻ ഉള്ള സാഹചര്യത്തിൽ അകപ്പെട്ടു പോയവരെയും കഠിനമായി ശിക്ഷിക്കുന്ന അപലപനീയമായ സമീപനമാണ് ലോക നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. എന്നാൽ ധാർമ്മിക ബോധം ഇപ്രകാരമാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്: പുറത്തു കൊടുക്കുകയും ക്ഷമിച്ചു കൊടുക്കുകയും മാപ്പ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയ. അല്ലാഹ് ദ മോസ്റ്റ് മേഴ്സിഫുൾ, അല്ലാഹു തആല ഏറ്റവും വലിയ കാരുണ്യമുള്ളവനാണ്, ദയയുള്ളവനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. ഫർഗീവ്സ് ദം ഫോർ ദെയർ ഡ്രെഡ്ഫുൾ ആക്ഷൻ, അവർ ചെയ്ത ഏറ്റവും ഭയജനകമായ ഒരു പ്രവൃത്തിയായിരുന്നു പശുവിന് രൂപമുണ്ടാക്കുകയും അതിനെ വെച്ച് ആരാധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അങ്ങേയറ്റം കരുണാവാരിധിയായ അള്ളാഹു ഫർഗീവ്സ് ദം ഫോർ ദെയർ ഡ്രെഡ്ഫുൾ ആക്ഷൻ,
ആസ് ഹി ഫുള്ളി നോസ്. അള്ളാഹു താല നല്ലതുപോലെ അറിയാവുന്നതാണ് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ. ദാറ്റ് ദ വീക്ക് ഇൻ ഫെയ്ത്ത് ഹാഡ് ബീൻ ഡീവിയേറ്റഡ്. ഈ ദുർബലരായ വിശ്വാസമുള്ള ഈ ആളുകൾ ഫ്രം ദ ട്രൂത്ത്, സത്യത്തിൽ നിന്നും വളരെ വലിയ അകൽച്ചയാണ് സംഭവിച്ചത്. അങ്ങനെ അവർ അകന്നു പോകുന്നതാണ്. അവരെ വീണ്ടും സത്യത്തിലേക്ക് തന്നെ, ധർമ്മത്തിലേക്ക് തന്നെ, നീതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ സമീപനം, ആ സമീപനമായിരിക്കണം നമ്മൾ സത്യധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഈ പാതയിൽ സ്വീകരിക്കേണ്ടതാണ്. അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുത്തു. സോ ദാറ്റ് ദേ കുഡ് ഷോ ഗ്രേറ്റ്ഫുൾനെസ് ടുവേഴ്സ് ദയർ ക്രിയേറ്റർ. അതുകൊണ്ട് അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി തീരാനുള്ള അവസരം അവർക്ക് ഉണ്ടായി. അള്ളാഹു ഈസ് ഇൻഡീഡ് ദ മോസ്റ്റ് ഗ്രേഷ്യസ് ആൻഡ് ദ മോസ്റ്റ് മേഴ്സിഫുൾ. തീർച്ചയായിട്ടും അള്ളാഹു താല അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനും കരുണാമയനുമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം പശ്ചാത്തപിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് തിരികുകയാണെങ്കിൽ ശിഷ്ടകാലത്തും തീർച്ചയായിട്ടും നമുക്ക് പാപരഹിതരായി തന്നെ നമുക്ക് ജീവിക്കാം. അത്രയും വലിയ ഒരു കരുണാവാരിധിയുടെ അകമ്പടിയിലാണ് നമ്മൾ കഴിയുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാനവകുലത്തെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അള്ളാഹു താല നൽകിയിരിക്കുന്ന പാവനമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിൻ്റെ വിശദീകരണമാണ് ഈ കാലഘട്ടത്തിൽ ഇമാം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇത് കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേട്ട് മനസ്സിലാക്കട്ടെ, ചിന്തിക്കുന്നവർ പാഠം ഉൾക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇന്നിവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹി അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.